Hi everyone, welcome to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു Amazon haul video ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വാങ്ങിയ കുറച്ച് Amazon products ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം ലിങ്ക്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഞങ്ങൾ വാങ്ങിയ ഏകദേശം എല്ലാ productsഉം പൈസ വസൂലായിരുന്നു. ഒരു 2-3 products ഒഴികെ അത് ഞാൻ പ്രത്യേകം എടുത്തു പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കപ്സ് നോക്കാം. ഇത് ബ്രാൻഡ് Larah ആണ്. Larah by Borosil Botanica. അപ്പം ഇതൊരു സെറ്റ് ഓഫ് 6 സ്മോൾ കപ്സ് ആണ്. അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആമസോണിൽ ഇത് കാണുമ്പം ഫോട്ടോ കാണുമ്പം വലിയ ഗ്ലാസ് പോലെ തോന്നും, പക്ഷേ ഇത് 100 ml കപ്സാണ്. വെള്ള കപ്സിൽ ഗ്രീൻ ലീവ്സിൻ്റെ ഡിസൈനാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രത്യേകത. ലാറാൻ്റെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് ഒരുപാട് ചായയും ഒരുപാട് കോഫിയും കുടിക്കുന്ന ആൾക്കാർക്ക് പറ്റിയതല്ല. ഇപ്പം നമ്മളെ വീട്ടിൽ ഗെസ്റ്റ് ഒക്കെ വരുമ്പം നമുക്ക് കുറച്ച് കൊടുക്കാൻ, അതായത് ജസ്റ്റ് 100 ml കപ്സാണ്. അപ്പം കുറച്ച് കൊടുക്കാൻ ഏറ്റവും നല്ല കപ്സാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഞങ്ങളിത് വാങ്ങിയത് 395 രൂപക്കാണ്. ഇപ്പം ഈ ഒരു സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നുള്ളത്. ഇതിൻ്റെ 180 ml അവൈലബിൾ ആണ്. ഇതിനിപ്പം 375 രൂപയെ കാണിക്കുന്നുള്ളൂ. അടുത്തതായിട്ട് ഞങ്ങൾ വാങ്ങിയ 2 ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ് നോക്കാം. ഇതിൽ ഒന്ന് ഒരു സെറ്റ് ഓഫ് 3 കണ്ടെയ്നേഴ്സാണ്. അതിൽ കോഫി, ഷുഗർ, ടീ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തത് ഈ കളറാണ്. പിന്നെ ഒരു കട്ടി നീല കളറും കണ്ടിരുന്നു, ബ്ലാക്ക് കളറും കണ്ടിരുന്നു. ഇത് Jaypee പ്ലസ് എന്നുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. നല്ലൊരു കോമ്പാക്റ്റ് ഡിസൈനാണ്, നല്ല ഡിസൈനാണ്. അപ്പം നമ്മളിതിനകത്തിട്ടുള്ള സാധനങ്ങളൊക്കെ എയർ ടൈറ്റായിട്ടും ലീക്ക് ടൈറ്റായിട്ടും നിൽക്കാൻ ഈ ഒരു സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഇത് ആ ലിഡ് തുറക്കുമ്പം നമ്മൾക്ക് പുൾ ചെയ്യാൻ പറ്റും. അത് അടച്ചു കഴിഞ്ഞാൽ നല്ല എയർ ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. ഓരോ കണ്ടെയ്നേഴ്സിനും 750 ml സ്റ്റോറേജാണുള്ളത്. അപ്പം ഇതിൻ്റെ ലേബിളിങ്, അതായത് കോഫി, ഷുഗർ, ടീ എന്ന് എഴുതിയിട്ടുള്ള ലേബിളിങ്ങും നമുക്ക് പെട്ടെന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യും. ഞങ്ങളിത് വാങ്ങിയത് 750 രൂപക്കാണ്. ഇപ്പം ഇത് ഓഫറിൽ അവൈലബിൾ ആണ്. അടുത്തത് 12 പീസുള്ളൊരു കണ്ടെയ്നർ സെറ്റാണ്. ഇത് മച്ചാക്ക് എന്നുള്ളൊരു ബ്രാൻഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 6 750 ml കണ്ടെയ്നേഴ്സും പിന്നെ 6 1100 ml കണ്ടെയ്നേഴ്സുമാണ് ഉള്ളത്. ഇത് ഈ കണ്ടെയ്നേഴ്സിന് ട്രാൻസ്പെറൻറ്റ് ബോഡിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് എന്താ ഇട്ടിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. ഒരു വൈറ്റ് ലിഡാണുള്ളത്. പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കടല, പരിപ്പ്, മൈദ, പിന്നെ ഉഴുന്ന്, ഇതൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റിയ നല്ല കണ്ടെയ്നേഴ്സാണ്. അപ്പം ഇതിൽ ഞങ്ങൾ ഫേസ് ചെയ്ത ചെറിയൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ലിഡ്, ഇത് ഇട്ടിരിക്കുന്ന ഇതിൻ്റെ മൂടി കുറച്ച് ടൈറ്റാണ്, ഇടാൻ കുറച്ച് പാടാണ്. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഈ ലിഡിൽ ചെറിയൊരു ഹോൾ ഓപ്പണിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുള്ള സാധനങ്ങൾ പുറത്തെടുക്കാൻ ലിഡ് തുറക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഈ പ്രോഡക്റ്റ് വാങ്ങിയത് 910 രൂപക്കാണ്. അടുത്തത് നമുക്ക് റിവോൾവിംഗ് സ്പൈസ് റാക്ക് കാണാം. ഇത് ഏഞ്ചൽ 360 ഡിഗ്രി റിവോൾവിംഗ് സ്പൈസ് റാക്കാണ്. ഇതിൽ 16 ജാർസ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ജാറിലും നമുക്ക് 200 മുതൽ 250 ml വരെ സ്പൈസസ്, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇതിൽ നിറക്കാൻ പറ്റും. പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജാർസാണ്. അതിന് സിൽവറിൻ്റെ മൂടിയാണുള്ളത്. ബ്ലാക്ക് കളർ സ്പൈസ് റാക്കാണിത്. നമ്മുടെ സ്പൈസസ് ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു റാക്കാണിത്. അപ്പം ഇത് 2 ഷെൽസിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. മേലെ 8 ജാർസ് വെക്കാൻ പറ്റും, താഴെ 8 ജാർസ് വെക്കാൻ പറ്റും. ഈ 2 ഷെൽസ് നമുക്ക് മൊത്തത്തിൽ തിരിക്കാൻ പറ്റും. 360 ഡിഗ്രിയിൽ നമുക്ക് ഇത് തിരിക്കാം. ഏത് ഡയറക്ഷനിലും നമുക്കിത് തിരിക്കാം. ഞങ്ങളിത് വാങ്ങിയത് 789 രൂപക്കാണ്. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പർച്ചേസ് എന്ന് പറയുന്നത് ഈ ഒരു ഫുഡ് തോങ് ആണ്. ഫെമോറാൻ്റെ സിലിക്കോൺ ഫുഡ് തോങ് ആണിത്.
നല്ലൊരു ക്വാളിറ്റി, നല്ലൊരു ബിൽഡപ്പ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. നമുക്കത് പിടിക്കുമ്പോൾ തന്നെ നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ഉറപ്പും അതിൻ്റെ ഒരു ക്വാളിറ്റിയും. ഇത് 270 രൂപയുടെ തോങ്ങാണ്. ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെയുള്ള ഒരു റൗണ്ട് നമുക്ക് പിടിച്ച് വലിച്ചാൽ ഇത് ലോക്ക് ചെയ്യാനും ലോക്ക് ഓപ്പൺ ചെയ്യാനും പറ്റും. അപ്പം നമുക്കൊരു ഹാങ്ങിലൊക്കെ തൂക്കണമെങ്കിൽ ഇത് ലോക്ക് ചെയ്തിട്ട് നമുക്ക് തൂക്കാൻ പറ്റും, ഹാങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വലിച്ചാൽ ലോക്ക് ആവുകയും അത് താഴെ പ്രസ് ചെയ്താൽ ലോക്ക് ഓപ്പൺ ആവുകയും ചെയ്യും. ഈ ഒരു പ്രോഡക്റ്റ് ഞങ്ങൾ വാങ്ങിയത് 270 രൂപക്കാണ്. അടുത്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് സിലിക്കോൺ സ്ക്രബിംഗ് ഗ്ലൗസ്. RYLAN ബ്രാൻഡിൻ്റെ സിലിക്കോൺ സ്ക്രബിംഗ് ഗ്ലൗസ് ആണിത്. അപ്പം ഒരു സെറ്റിൽ 2 ഗ്ലൗസ്, അതായത് ഒരു പെയർ ഓഫ് ഗ്ലൗസ് ആണ് നമുക്ക് കിട്ടുന്നുള്ളത്. അതായത് ഈ ഗ്ലൗസിൽ 2 ഗ്ലൗസിലും സ്ക്രബ്ബേഴ്സ് അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രബ്ബർ കയ്യിൽ പിടിക്കുന്നതിന് പകരം ഈ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ക്ലീൻ ചെയ്യാം. അതായത് പാത്രം കഴുകാം, പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ക്ലീൻ ചെയ്യാം, പിന്നെ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാം, ടോയ്ലറ്റ്, കിച്ചൺ, കാറ്, എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് സ്ക്രബ്ബർ യൂസ് ചെയ്യാതെ ക്ലീൻ ചെയ്യാൻ പറ്റും. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഏതൊരു കൈക്കും ഫിറ്റാവാൻ പറ്റുന്ന ഒരു ഫിറ്റിംഗ് ആണ് ഈ ഗ്ലൗസിനുള്ളത്. 3 കളേഴ്സ് അവൈലബിൾ ആണ്. ഞങ്ങൾ സെലക്ട് ചെയ്തത് ഈ ഒരു കളറാണ്, ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ്. ഞങ്ങളിത് വാങ്ങിയത് 399 രൂപക്കാണ്. ഇതൊരു കിച്ചൺ പേപ്പർ ടവൽ ഹോൾഡറാണ്. നമ്മൾ ടിഷ്യൂ പേപ്പർ വെക്കാൻ പറ്റിയൊരു സ്റ്റാൻഡാണിത്. ഇത് വർത്തി ഷോപ്പിൻ്റെ കിച്ചൺ പേപ്പർ ടവൽ ഹോൾഡർ. അപ്പോൾ ഇത് ഞങ്ങൾ വാങ്ങിയത് 99 രൂപക്കാണ്. ഇത് നല്ലൊരു സിമ്പിൾ ഡിസൈനാണ്. ഒരു ബ്ലാക്ക് കളർ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സിമ്പിൾ സ്റ്റാൻഡ്. അപ്പം നമുക്ക് ടിഷ്യൂ പേപ്പർ എളുപ്പത്തിൽ വെക്കാനും പറ്റും, എടുക്കാനും പറ്റും. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള എൻഡ്, അതായത് നമ്മൾ ടിഷ്യൂ പേപ്പർ തുറന്നു വെച്ചിട്ടുള്ള എൻഡ് പാറിപ്പോവാതെക്കാൻ ഒരു സൈഡിൽ ഒരു ചെറിയൊരു ഒരു ആർച്ച് പോലെ ഒരു ഡിസൈനും വെച്ചിട്ടുണ്ട്. അടുത്തത് ആമസോൺ ബ്രാൻഡിൻ്റെ, അതായത് സൊലീമോ ലെമൺ സ്ക്വീസറാണ്. അപ്പം നമ്മുടെ ചെറുനാരങ്ങയും ഓറഞ്ചും ഒക്കെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ക്വീസറാണിത്. അപ്പം ഞങ്ങളുടെ മന്തി റെസിപ്പി മന്തി വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ആ ലെമൺ സ്ക്വീസ് ചെയ്യുന്നത് ഈ ഒരു സ്ക്വീസർ വെച്ചിട്ടാണ്. നല്ല ഈസിയും നല്ലൊരു ഉറപ്പുള്ളൊരു ഡിസൈനുമാണ് ഇതിൻ്റെ. നല്ലൊരു ശക്തിയുള്ളൊരു സ്ക്വീസറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇത് ഞങ്ങൾ വാങ്ങിയത് 169 രൂപക്കാണ്. അടുത്തത് എണ്ണയൊക്കെ ഒഴിച്ചു വെക്കാൻ പറ്റിയൊരു ക്യാനാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്യാനാണ് വാങ്ങിയത്. ഇത് കാർഡ് ഷോപ്പറിൻ്റെ 1000 ml ഓയിൽ ഡിസ്പെൻസറാണ്. അപ്പം ഇതിൽ ഡിസ്ക്രിപ്ഷനും ഇതിൻ്റെ റിവ്യൂസൊക്കെ കണ്ടിട്ട് ഇതൊരു ലീക്ക് ചെയ്യാത്ത, എണ്ണയൊന്നും ഒഴുകി സൈഡിലൊന്നും പോവാത്ത ഒരു ഡിസ്പെൻസറായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇതൊരു ഫെയിലിയർ ആയിരുന്നു. കാരണം ഇതിപ്പം എൻ്റെ കൈ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാനിത് പിടിച്ചപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഫുള്ള് എണ്ണയായി. ഈ ക്യാനിൽ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ സൈഡിലൊക്കെ ഒഴുകി ലീക്കാവുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇത് 440 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ വാങ്ങിയത്. പക്ഷേ ഇത് എന്താ പറയുക, പൈസ വസൂലല്ല. അടുത്തൊരു ഫെയിലിയർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡ് മെയ്ഡ് വുഡൻ കയ്യിലാണ്. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ് എന്നാണ്. അതായത് വേറെ കളേഴ്സോ പെയിൻറ്റിംഗ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, നാച്ചുറലായിട്ടുള്ളത് തന്നെയാണെന്ന്. പക്ഷെ നമ്മൾ ഇതിൽ 2 കയ്യിൽ നല്ലോണം വാഷ് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ മേലത്തെ കോട്ടിങ്ങൊക്കെ ഇളകിപ്പോയി. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ ഒരു ധൈര്യമില്ല. കാരണം ആർട്ടിഫിഷ്യൽ കളർ നമ്മുടെ ഫുഡിൽ എന്തായാലും നമുക്ക് പ്രിഫർ ചെയ്യുന്നില്ല. ഇത് സെറ്റ് ഓഫ് 4, സെറ്റ് ഓഫ് 5, സെറ്റ് ഓഫ് 7, സെറ്റ് ഓഫ് 10 എന്ന് പറഞ്ഞിട്ട് ഓരോ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിയത് 4 കയ്യിൻ്റെ ഒരു സെറ്റാണ്. 199 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയത്. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല.
അടുത്തത് നമ്മുടെ കിച്ചണിൽ അധികം യൂസ് ചെയ്യുന്ന അലുമിനിയം ഫോയിലാണ്. അപ്പം ഈ ഒരു അലുമിനിയം ഫോയിൽ എന്ന് പറയുന്നത് ഇതിന് 18 മൈക്രോൺ തിക്നെസ്, അതായത് ഓരോ അലുമിനിയം ഫോയിലിൻ്റെയും തിക്നെസ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വീതിയുള്ള 18 മൈക്രോൺ തിക്നെസ് ഉള്ള അലുമിനിയം ഫോയിലാണ്. ഇത് 1 കിലോ ഫ്രഷീൻ്റെ 1 കിലോ അലുമിനിയം ഫോയിലാണ്. 1 കിലോ എന്ന് പറയുമ്പം 51.5 മീറ്റർ നീളമുണ്ട് ഇതിന്. അപ്പം ഒരുപാട് കാലം നീണ്ടു പോവും. ഞങ്ങളുടെ മന്തി റെസിപ്പി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ മന്തി വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ള അലുമിനിയം ഫോയിൽ, ചിക്കൻ സ്റ്റീമിന് വെച്ചിട്ടുള്ള അലുമിനിയം ഫോയിൽ ഇത് തന്നെയാണ്, ഫ്രഷീൻ്റെ അലുമിനിയം ഫോയിലാണ്. ഈ ഒരു അലുമിനിയം ഫോയിൽ ഞങ്ങൾ കൊടുത്തത് 406 രൂപയാണ്. അലുമിനിയം ഫോയിൽ പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ബട്ടർ പേപ്പർ. അപ്പം ഓഡീൻ്റെ എക്കോ ബേക്ക് ബട്ടർ പേപ്പറാണ് അടുത്തത് ഞങ്ങൾ വാങ്ങിയത്. 20 മീറ്ററാണ് ഇതിൻ്റെ നീളം. 10 ഇഞ്ച് വീതിയുള്ള 20 മീറ്റർ നീളമുള്ള ബട്ടർ പേപ്പേഴ്സാണിത്. ഇതിന് ഞങ്ങൾ കൊടുത്തത് 220 രൂപയാണ്. അടുത്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പർച്ചേസാണ്, വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണിത്. ഇതൊരു സ്റ്റീമറാണ്. നമുക്ക് ഭക്ഷണമൊക്കെ പെട്ടെന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്റ്റീമറാണിത്. സൈഗ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീമർ ബാസ്ക്കറ്റ്. ഇതൊരു ഗ്രീൻ ഹാൻഡിലാണുള്ളത്. ഇത് ഞങ്ങൾ വാങ്ങിയത് 599 രൂപക്കാണ്. നമുക്ക് പെട്ടെന്ന് കുറച്ച് ഭക്ഷണമൊക്കെ പെട്ടെന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ ഏതൊരു പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റീമർ ബാസ്ക്കറ്റാണിത്. ഇതിന് താഴെ സ്ലിപ്പ് ചെയ്യാതിരിക്കാൻ 3 ഫീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ, ഇത് ഗ്രീൻ കളർ ഹാൻഡിൽ അഡ്ജസ്റ്റബിളുമാണ്. നമുക്ക് കുറച്ച് സാധനമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അത് സ്റ്റീം ചെയ്തെടുക്കാൻ ഈ ഒരു സ്റ്റീമർ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഫ്ലാപ്സ് അഡ്ജസ്റ്റബിളാണ്. അപ്പം നമ്മുടെ പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റായി നിന്നോളും. നമുക്ക് സ്റ്റീമറായിട്ട് മാത്രമല്ല, നമ്മുടെ പച്ചക്കറിയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് ഡ്രെയിൻ ചെയ്യാൻ ഇതിൽ വെക്കാം. ഒരു ഡ്രെയിനർ ബാസ്ക്കറ്റായിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 3 സെറ്റ് പാത്രങ്ങളാണ്. 5 ഇഞ്ച്, 6 ഇഞ്ച്, 7 ഇഞ്ച് ഈ 3 അളവിലുള്ള ഇതൊരു സെറ്റാണ്. 3 പാത്രങ്ങളാണ് അടുത്തത് ഞങ്ങൾ വാങ്ങിയത്. ഇത് KC ബ്രാൻഡിൻ്റെ അലൂമിനിയം കേക്ക് മോൾസ് ആണ്. റൗണ്ട് 5 ഇഞ്ച്, 6 ഇഞ്ച്, 7 ഇഞ്ച്. ഇതിൻ്റെ ഹൈറ്റ് 2.25 ഇഞ്ചാണ്. ഇത് ഞങ്ങൾ വാങ്ങിയത് 260 രൂപക്കാണ്. അടുത്തത് ഫണൽസ് ആണ്. ഇതൊരു 3 പീസിൻ്റെ സെറ്റായിട്ടാണ് വാങ്ങാൻ കിട്ടിയത്. ലോഫ ലവ് ഫോർ ആർക്കേഡ് 3 പീസ് കിച്ചൺ ഫണൽ. ഇത് 3 സെറ്റാണ്. വലിയതൊന്ന്, പിന്നെ മീഡിയം സൈസ്, പിന്നെ ചെറുതൊന്ന്, കുഞ്ഞൊരു ഫണലിൻ്റെ ഒരു സെറ്റായിട്ടാണ് വാങ്ങാൻ കിട്ടിയത്. ഇതിൻ്റെ കൂടെ ഊരിയെടുക്കാൻ പറ്റുന്നൊരു ഫിൽറ്ററും കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഏറ്റവും കുഞ്ഞ് ഫണലിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഫിൽറ്ററാണത്. പക്ഷേ മറ്റു 2 ഫണൽസിലും ഇത് ഫിറ്റ് ആവുന്നുണ്ട്. ഇത് 3 ഫണലിലും ഫിറ്റ് ആവുന്ന ഒരു ഫിൽറ്ററാണ്. അപ്പം നല്ലൊരു തിക്ക് പ്ലാസ്റ്റിക്കാണ്. നമുക്കത് പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലായിട്ട് ഫീൽ ചെയ്യും. ഇത് ഞങ്ങൾ വാങ്ങിയത് 349 രൂപക്കാണ്. അപ്പം നമുക്ക് വലിയൊരു കണ്ടെയ്നറിന്, അതായത് ഒരുപാട് പഞ്ചസാരയും എണ്ണയൊക്കെയുള്ള ഒരു കണ്ടെയ്നറിന് ചെറിയൊരു കണ്ടെയ്നറിലേക്ക് ഒഴുകാതെ ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ ഈ ഒരു ഫണൽ നല്ലൊരു ഓപ്ഷനാണ്. അടുത്തത് ഞങ്ങൾ വാങ്ങിയത് ഇപ്പം ബാത്റൂമിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്റ്റോറേജ് ഷെൽഫാണ്. അതായത് ഒരു കോർണർ ഷെൽഫാണിത്. അതായത് ഒരു L ഷേപ്പിലുള്ളത്. ഇത് സൊമോസ ബാത്റൂം കോർണർ സ്റ്റോറേജ് ഷെൽഫാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഉണ്ടാക്കിയത്. ബ്ലാക്ക് കളറാണ് ഇത് സാധനം. നമുക്ക് ഡ്രില്ലറൊന്നും ഉപയോഗിക്കാതെ, ഹോൾസൊന്നും ഉണ്ടാക്കാതെ, ആണിയൊന്നും തറപ്പിക്കാതെ
ഈസിലി നമുക്ക് ഇത് വാൾസിൽ ഒട്ടിക്കാൻ പറ്റും. ഇത് ഷെൽഫ്സിൻ്റെ കൂടെ 2 സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന അഡ്ഹേസീവ്സ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ 5 കിലോ വരെ വെയിറ്റ് ഈ ഒരു ഷെൽഫിന് താങ്ങാൻ പറ്റും. ടൈൽസിൽ മാർബിളിലൊക്കെ നല്ല എളുപ്പത്തിൽ ഈ സ്റ്റിക്കർ നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ഷെൽഫ് കിട്ടിയത് 599 രൂപക്കാണ്. അടുത്തത് കിച്ചണിലും ബാത്റൂമിൻ്റെ പുറത്തൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു മാറ്റിൻ്റെ സെറ്റാണ് ഞങ്ങൾ വാങ്ങിയത്. ഇത് 2 പീസ് മാറ്റിന്, അതായത് സാരൽ മാറ്റാണ്. 499 രൂപക്കാണ് നമുക്ക് 2 എണ്ണം കിട്ടിയത്. നല്ലൊരു ടെർക്കോയിസ് കളറിൻ്റെ ഒരു പെയറാണിത്. മൈക്രോ ഫൈബർ മെറ്റീരിയലാണ്. നമ്മുടെ കാല് ഫീൽ ചെയ്യുന്ന ഭാഗം മൈക്രോ ഫൈബർ മെറ്റീരിയലാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളാണിത്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് 45 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതിയും, 70 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. മാറ്റിൻ്റെ അടിഭാഗം ഒരു ലാറ്റക്സ് ബാക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വെള്ളം ഉള്ള സ്ഥലത്ത് വെച്ചാലും ഇത് ആൻറ്റി സ്കിഡാണ്, ആൻറ്റി സ്ലിപ്പറിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കുറേ നല്ല വീഡിയോസായിട്ട് വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.